ഒരേ കുടുംബത്തിൽ 3 മക്കളുണ്ടെങ്കിൽ 3 പേരുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കും. തന്തയുടെയും തള്ളയുടെയും സ്വഭാവം ആർക്കും ഉണ്ടാവില്ല. അതെന്താ കാര്യം? ജനറ്റിക്കൽ ചേഞ്ച്. എല്ലാവർക്കും അറിയാതെ അനേക ജന്മങ്ങളിലൂടെ നേടിയെടുത്ത അനുഭവങ്ങളും കഴിവുകളും കണ്ടതും കേട്ടതുമായ പൊതുവേ ഉള്ള അതിൻ്റെ ആശയം ഉൾക്കൊണ്ട ജീനുകൾ ഉൾപ്പെടെ എല്ലാം ജീനുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. അത് ഏത് സജീവമാകുന്നോ ആ സ്വഭാവം അനുസരിച്ച് ആയിരിക്കും ആ വ്യക്തിയിലുണ്ടാകുന്നത്. അപ്പോൾ അത് അനേക തലമുറകളിലൂടെ നേടിയെടുത്തതാണ്, അനേക വ്യക്തികളിലൂടെ നേടിയെടുത്തതാണ്. അപ്പോൾ അത് ഏത് സജീവമാകുന്നു ആ മുമ്പ് ജീവിച്ചിരുന്ന ഏതോ ഒരു വ്യക്തിയുടെ ആവാം, അല്ലെങ്കിൽ പലരെ ചേർന്നാവാം, ഇങ്ങനെയൊക്കെ വരും. ഒരുപോലെ ഏതായാലും വരില്ല, എല്ലാം വ്യത്യസ്തമാണ്. ഇതാണ് പല വീടുകളിലും ഒരേപോലുള്ള വ്യക്തികൾ, അവിടുത്തെ എല്ലാവരും വ്യത്യസ്തമായിരിക്കും. സ്വഭാവത്തിലും ശരീരഘടനയിലും വ്യത്യാസമാണ്. ഇതേപോലെ ഒരു സംഭവം നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ട്. രാവണനും ശ്രീരാമനും ഒരേ കുടുംബത്തിൽ പിറന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഒരു 4 തലമുറ മുൻപ് ഒരേ ഫാമിലിയിൽ നിന്നുള്ളതായി 2 കൂട്ടരും. അങ്ങനെ ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള അവർ അതിനനുസരിച്ചുള്ള വിവാഹവും കഴിച്ച് അവരങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങ് തിരിഞ്ഞു പോയി. മറ്റൊരു ഗ്രൂപ്പ് ക്ഷത്രിയരായിട്ട് ഇങ്ങോട്ടും വന്നു. അതാണ് ശ്രീരാമൻ്റെ ഫാമിലി. മറ്റത് ഈ രാക്ഷസന്മാരുടെ ഫാമിലി. തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണ് ഇരു കൂട്ടർക്കുള്ളത്. വളരെ സാത്വിക സ്വഭാവവും വളരെ നീതിന്യായപരമായിട്ട് ജീവിക്കുന്ന ആളുകളും ധാരാളം ഉണ്ടായ ഫാമിലി ക്ഷത്രിയ കുടുംബം. അതാണ് ശ്രീരാമൻ്റേത്. രാജ്യഭാരമാണ് അവർ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേതും രാജ്യഭാരം തന്നെയാണ്. രാവണനും രാജ്യഭാരം തന്നെയാണ് അവർ കൊണ്ടു നടന്നത്. പക്ഷേ തികുലവും വ്യത്യസ്തമായിരുന്നു സ്വഭാവം. സാത്വിക സ്വഭാവമല്ല അവിടെ വികസിച്ചു വന്നത്. അവർ തലമുറകളിലൂടെ ദുഷ്ടന്മാരായിട്ട് വന്നു. ദുഷ്ടതയാണ് അവരുടെ, സത്വദീക്ഷയൊന്നുമില്ല, അതിക്രമമാണ് അവരുടെ പ്രധാന ഹോബി തന്നെ. ശാരീരികമായിട്ടൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമൊക്കെ വരും. 3-4 തലമുറ മുമ്പ് ഒന്നിച്ച് ഒരേ തന്തയുടെയും തള്ളയുടെയും മക്കളാണ് ഈ 2ആയിട്ട് തിരിഞ്ഞു വന്നത്, 4-5 തലമുറ മുമ്പ്. അപ്പോൾ ആ വ്യത്യാസം കണ്ടോ? ഇത്ര വലിയ വ്യത്യാസമാണ് തമ്മിൽ. രാവണൻ്റെ അനുജന്മാർ 2 പേരും ഉള്ളതിൽ രാവണനേക്കാൾ കൂടുതലാത്തവരായിരുന്നു കുംഭകർണൻ. മദ്യസേവ, പകലും രാത്രിയും ഇല്ലാതെ ഉറങ്ങുക, 6 മാസം ഒന്നിച്ച് ഉറങ്ങുന്നൊക്കെ അലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഉറക്കം കൂടുതലാണ്, പകലും ഉറങ്ങും, ഒരു കാര്യം സാധ്യം ഇല്ലാതെ അസ്ഥാനത്ത് ഉറങ്ങും എന്നർത്ഥം. കാര്യമായിട്ടൊന്നും ചെയ്യുകയില്ല, ആവശ്യമുള്ളത് രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുകയില്ല. പകൽ ഉറങ്ങും, രാത്രി ഉറങ്ങും, മദ്യം സേവിച്ച്. എന്നാൽ വിഭീഷണൻ മറ്റൊരു സ്വഭാവം ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതായത് ശ്രീരാമനെ പോലെ തന്നെ ക്ഷത്രിയൻ്റെ സ്വഭാവമുണ്ടല്ലോ ആ കൂട്ടിൽ, അവർക്കും രാക്ഷസർക്കും ആ സ്വഭാവം വികസിച്ചു വന്നു. അദ്ദേഹം നീതിന്യായങ്ങൾ നോക്കിയേ ജീവിച്ചിരുന്നുള്ളൂ. രാവണനെ പല പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ട് ഈ ജീവിക്കരുതെന്ന്. സീത തിരിച്ചേൽപ്പിച്ച് ക്ഷമ ചോദിക്കാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് വിഭീഷണൻ. എങ്കിൽ യുദ്ധം നടക്കുകയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും രാജ്യം രക്ഷിച്ചെടുക്കാനാണ് വിഭീഷണൻ ശ്രമിച്ചത്. നടന്നില്ല. സ്വഭാവം അത്ര വികലമായിരുന്നു ജ്യേഷ്ഠച്ചാൻ്റേത്. അതുകൊണ്ട് ആ കാര്യം നടക്കാതെ വന്നു. അവസാനം വീണ്ടും ഉപദേശിച്ചപ്പോൾ നിന്നെ ഞാൻ വെച്ചേക്കുകയില്ല, ഭൂമിക്ക് മേലെ വെച്ചേക്കുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തി. രാവണൻ്റെ ഭീഷണി ഭയന്ന് വസിച്ചു കളയുമെന്ന് പേടിയുണ്ട് ശ്രീരാമന് അഭയം പ്രാപിച്ചു. അങ്ങനെ ശ്രീരാമൻ്റെ കൂടെയാണ് യുദ്ധകാലത്ത് ശ്രീരാമൻ്റെ കൂടെ നിന്നു. അത് ശ്രീരാമൻ്റെ വിജയത്തിന് വളരെ പ്രയോജനപ്പെടുകയും ചെയ്തു. സാത്വിക സ്വഭാവമാണ്, അത് സാത്വികരോടുകൂടെ ചേരുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അത് യുദ്ധസമയത്ത് വേണ്ടതുപോലെ സഹകരിച്ചു വിഭീഷൺ.
യുദ്ധം ജയിച്ചു. അവിടുത്തെ രാജാവായിട്ട് രാവണനെ വധിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ വിഭീഷണനെ അവിടുത്തെ ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടാണ് ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങിയത്. അപ്പോൾ ശ്രീരാമൻ്റെ അനിയന്മാരൊന്ന് നോക്കൂ, 3 പേരും ഒരേ സ്വഭാവം, 4 പേരും ഒരേ സ്വഭാവം. അതിൽ അനുജനായ ലക്ഷ്മണൻ വിവാഹം കഴിച്ചത് ആളായില്ല, എങ്കിലും ജീവിതം ഉപേക്ഷിച്ച് ഊർമിളയെ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് രാമൻ്റെയും സീതയുടെയും പ്രൊട്ടക്ഷന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. വനവാസം 14 കൊല്ലം കഴിഞ്ഞാണ് വീട്ടിൽ തിരിച്ചു ചെല്ലുന്നത്. ഭരതൻ ശ്രീരാമൻ്റെ പാദുകങ്ങൾ ആ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് രാജാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് വേണ്ട പോലെ രാജ്യം ഭരിച്ചു. ശ്രീരാമൻ വന്ന മാത്രയിൽ രാജ്യം തിരിച്ചേൽപ്പിക്കുകയും രാമൻ അത് ആ രാജ്യഭാരം ഏൽക്കുകയാണ് ഉണ്ടായത്. എല്ലാ രീതിയിലും ആ വ്യത്യാസം അതിൽ പ്രകടമാണ്. അവർ 3 പേരിൽ ഒരാൾ നല്ല സ്വഭാവം വന്നു, വിഭീഷണൻ. അത് ആ ജനറ്റിക്കൽ മാറ്റം വന്നതുകൊണ്ടാണ്. ആ ജനറ്റിക്ക് ഒരേ ജനല്ലേ, അത് കുറേ തലമുറകൾക്ക് മുമ്പ് 2 തിരിഞ്ഞതല്ലേ. നന്മയും തിന്മയും ഒരേ കുടുംബത്തിലുണ്ടാവും, അങ്ങനെ ഉണ്ടായത്. എന്നാൽ ഈ കൊട്ടാരത്തിൽ ഒന്നുമില്ല. കാരണമുണ്ട്. ചെറുപ്പത്തിൽ ഉള്ള അനുഭവങ്ങളും ഇടപഴകുന്ന ആൾക്കാരുടെയും സ്വഭാവം രീതികളും അനുസരിച്ച് ഏത് ജീൻ പ്രകടമാകണം, സജീവമാകണം എന്ന് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണമല്ല, കുറേ ഭാഗം. ബാക്കി ഏതോ കാരണങ്ങളുണ്ട്, ഏതോ ദുരൂഹമായ കാരണം കൊണ്ടാണ് ചില ജീൻ ചിലരിൽ സജീവമാകുന്നത്. എന്നാൽ ഇത് നമ്മൾ ചെറുപ്പത്തിലേ അതറിഞ്ഞ് വേണ്ട പോലെ അത് ചിട്ടപ്പെടുത്താമെങ്കിൽ നല്ല വ്യക്തിത്വം തന്നെ, ആ ജീൻ തന്നെ ശക്തി പ്രാപിക്കും ഏത് കുട്ടിയിലും എന്നത് അനുകൂലമായ സാഹചര്യമായിരുന്നു ഇവിടെ അയോധ്യയിലുണ്ടായിരുന്നത്. ദശരഥൻ്റെ നീതിപൂർവമായ ആ പെരുമാറ്റം, മറ്റ് രാജപത്നിമാരുടെയൊക്കെ പെരുമാറ്റം, അമ്മമാരുടെയൊക്കെ പെരുമാറ്റം, അതുകൊണ്ടാണ് ഈ പിള്ളേർ 3 പേരും ഒരേ വ്യക്തിത്വത്തോടെ ഒരേ നന്മകളോടെ വളർന്നത്. മറ്റേടത്തതായിരുന്നില്ല. കൈലസി എന്ന പേരോടുകൂടി അമ്മ, അവരുടെ സ്വഭാവം ആണ് ബാക്കിയുള്ളവർക്ക്. എന്നാൽ വിഭീഷണന് മാത്രം വ്യത്യസ്തമായ ജീൻ അവിടെ പ്രവർത്തിച്ചു, ഏതോ കാരണങ്ങളുണ്ട്. അത് ജനറ്റിക്കലായ ഒരു ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. സാഹചര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഇടപഴകുന്ന ആൾക്കാരുടെ നല്ലൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രകടമാകുന്ന ജീൻ ഏതാണ് എന്നത് നിശ്ചയിക്കപ്പെടാൻ അതിലൊരു പങ്കുണ്ട്, ഒരു പങ്ക്. ബാക്കി ഏതോ ദുരൂഹമായ കാരണം കൊണ്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഏതായാലും ഒരേ കുടുംബത്തിൽ തന്നെ നന്മയും തിന്മയും ജനിക്കും, ആളുകളും ജനിക്കും. ഒരിക്കൽ നന്മയുള്ളവൻ എന്നും നന്മയാണോ നിർബന്ധമൊന്നുമില്ല, മാറ്റം വരാം. അതുകൊണ്ട് അന്ധമായ വിലയിരുത്തലുകൾ തെറ്റാണ്, അത് ശരിയാകുകയില്ല ഒരിക്കലും. അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ഭാരതത്തിന് പറ്റിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ 600 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അയൽ രാജ്യത്തെ തോൽപ്പിക്കാൻ വേറൊരു രാജാവ് അവരെ കൂട്ടുപിടിച്ചു, ഈ ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ചു. ആ കൂട്ടുപിടിച്ചവരെ തോൽപ്പിച്ചു ഉടനെ തന്നെ, അങ്ങ് കൈവശം അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ തത്വദീക്ഷയില്ലാത്തൊരു വിഭാഗം ആയതുകൊണ്ട് ഈ 600 പേരെ അധികം താമസിക്കാതെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് ഇന്ത്യ അവരുടെ കീഴിലായത്. അതിന് മുമ്പ് വന്നവരും അതുതന്നെയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തെ സഹായിക്കാൻ കൂടും, അവർ വലിയ കാര്യമെന്ന് പറഞ്ഞ് അംഗീകരിക്കും, മറ്റേ രാജ്യത്തെ തോൽപ്പിച്ച് ഇവനെ കൂടെ അങ്ങ് വീഴുന്നു. അപ്പോൾ ഈ ജനറ്റിക്കൽ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. മനുഷ്യൻ അത് നല്ല കാര്യമല്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നത് നല്ല കാര്യമല്ല പൂർണ്ണമായിട്ടും. ഒരിക്കൽ നന്മ കണ്ട് നന്മയേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഗുരുവായൂരൊരിക്കൽ ഞാൻ കണ്ടതാണ്. ഈ വലിയൊരു കുടുംബത്തിലെ ഒരംഗം, 5 പെൺമക്കൾ, 5 ഏക്കർ കരഭൂമി, 10 ഏക്കർ കണ്ടം, പുരയിടം. 5 മക്കളും 1.5 വയസ്സ് വീതം മാറ്റമാണ്. അവർ നന്നായിട്ട് വളർന്നു വന്നു. മൂത്തവൾക്ക് 29 വയസ്സ്, താഴോട്ട് 1.5 വയസ്സ് വീതം വ്യത്യാസത്തിന് 5 പേര്.
അപ്പോഴാണ് തന്തയ്ക്ക് തോന്നുന്നത് ഈ ലോക ജീവിതമേ മിഥ്യയാണ്, ആത്മീയതയാണ് ശരി, മണ്ടത്തരമായി ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ അലയുന്നെന്ന്. അയാൾ അപ്പോഴേ ഗുരുവായൂർ കയറി, വീട്ടിൽ പറയാതെ ഗുരുവായൂർ നടയിൽ ചെന്നിരുന്നു. നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ, 5.25 മേൽ ഹൈറ്റുള്ളൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ അല്ല, വയസ്സ് കുറേ ഒരു 50-60 വയസ്സ് താഴെയുള്ളൂ. അദ്ദേഹം അവിടെ കൊണ്ട് ഒരു 3-4 കൊല്ലത്തേക്കുണ്ടായിരുന്നു ഇവിടെ, വീട്ടിലോട്ട് പോയില്ല. കാരണം അന്നേരം ആത്മീയത വർദ്ധിച്ചത്. ഇതാണ് ഇന്ത്യക്കാരുടെ ആത്മീയത. ഈ ഇന്ത്യക്കാരിൽ ഒരു നിലങ്ക് ഇതുപോലുള്ള മണ്ടന്മാരായിരുന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ കീഴ്പ്പെട്ടു പോയത്. ആത്മീയതയാണെന്നും പറഞ്ഞ് യാഥാർത്ഥ്യത്തിൽ നൊളിച്ചോടുന്ന പ്രകൃതം അന്നേ കൊണ്ടുകൂടെ പണ്ടേ ഉള്ളതാണ്. അത് ഈ സന്യാസിമാരൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് ഈ ലോകമേ മിഥ്യയാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് അതൊക്കെയാണ് ശരിയെന്നുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ വഴി തെറ്റിച്ച് നശിപ്പിക്കുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ സന്യാസിമാർ നല്ലവരാൻ കപ്പാസിറ്റി ഉള്ളവരും അധികം പേരും. ഇപ്പം അരി വാങ്ങിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവർ എണ്ണത്തിൽ വളരെ കുറവാണ്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. വിവരക്കേട് വിളമ്പുക മനുഷ്യൻ്റെ അടുക്കൽ, മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി. ഈ ഇവിടുത്തെ ഈ എല്ലാ കുഴപ്പം കാരണം ഇതുപോലുള്ള തെറ്റായ ആത്മീയതയും മറ്റുമൊക്കെയാണ്. അന്ധമായ വിശ്വാസങ്ങൾ, അന്യനെ വിശ്വസിക്കുന്നതിനുള്ള തകരാറ് ഇതൊക്കെ കൊണ്ടാണ്. ഓക്കെ.